ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പട്ടുസാരിയും മുല്ലപ്പൂവും ചൂടിയ എന്റെ ചന്ദ്രുവിനെ മതി വരുവോളം നോക്കിയിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മാധവേട്ട, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹാരിതയുള്ളവ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ കഴിയുന്നവയല്ല, ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയണം. ഒന്ന് കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും കൊതിച്ചിരിക്കായിരുന്നു. ഞാനും പകല് മുഴുവൻ ഞാൻ മാധവേട്ടനെ കാത്തിരുന്നു. അറിയാൻ ചന്ദ്രു, ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാ പ്രകാശ് വന്ന് എന്നെ തടഞ്ഞത്. ചന്ദ്രുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് വാക്ക് തന്നിട്ട് പ്രകാശം പുറത്തേക്ക് പോയി. നിന്നെയും കൂട്ടി പ്രകാശം വരുന്നതും നോക്കി ഞാനും ഏറെ നേരം കാത്തിരുന്നു. ഒടുവില് നിന്നെ കൂട്ടാതെ പ്രകാശം വന്നു. മാധവേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് പ്രകാശം വരുമെന്ന് കരുതി ഞാനും കാത്തിരിക്കായിരുന്നു. പ്രകാശം വന്നില്ല. പ്രകാശൻ ഇങ്ങോട്ട് വരുന്ന വഴി വെച്ച് മനോജിനെ കണ്ടെന്നും ഹരിത നിന്നെ പുറത്തുവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും മനോജ് പറഞ്ഞത്രേ. അതുകൊണ്ടാ നിന്നെ കൂട്ടാതെ മടങ്ങി വന്നതെന്നാ പ്രകാശം പറഞ്ഞത്. അതൊക്കെ കള്ളമാ മാധവേട്ട. നമ്മൾ തമ്മിൽ പരസ്പരം കാണരുതെന്ന് നമ്മുടെ മക്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മാധവേട്ടനോടൊപ്പം പഴയ ചന്ദ്രികയായി കുറച്ചു നേരം നമ്മുടെ മാത്രമായ ഒരു ലോകത്തേക്ക് സഞ്ചരിക്കാന്നുള്ള മോഹം നമ്മുടെ മക്കളെ തകർത്തു കളഞ്ഞു. നമുക്കിടയില് മക്കളും മതിലുകൾ തീർത്തിരിക്കുന്നു. അത് തെറ്റായിപ്പോയെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണമെങ്കിൽ അവർക്കും ഭാര്യമാർക്കും ഇതുപോലെ വയസ്സാവണം. അവരുടെ മക്കൾ ഇതുപോലെ അവരെയും വേർപിരിക്കണം. ഞാൻ വാതില് തുറക്കാം. മാധവേട്ടനകത്തേക്ക് കയറുവാ. അത് വേണ്ട ചന്ദ്രു. മനോജും ഹരിതയും കണ്ട അത് പ്രശ്നമാവും. ഞാൻ പുറത്തു നിന്നോളാം. എന്നാ ഞാൻ പിന്നാമ്പുറത്തൂടെ ഇറങ്ങി വരാം. ചന്ദ്രു, ദേ ഇന്ന് നല്ല നിലാവുണ്ട്. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കാണാൻ വേണ്ടി ചന്ദ്രബിംബം പ്രകാശം പരത്തുന്നതാ. ഈ മാധവൻ നായുടെ ഹൃദയം വേറൊന്നിനു വേണ്ടിയും ഇത്രമേൽ തുടിക്കില്ലെന്ന് ആ ആളിനറിയാം. അതാ പാൽനിലാവ് ചൊരിയുന്നത്. എന്താ ഇത്? ചന്ദ്രു, ഇന്ന് വിപ്ലവം സൃഷ്ടിച്ച് നീ എന്റെ പാതിയായി തീർന്ന ദിവസമല്ലേ? അതിന്റെ ഓർമ്മ, ഒരു ചെറിയ സമ്മാനം. പിടിച്ചു.
ആ. ഇഷ്ടപ്പെട്ടോ ചന്ദ്രുവിന്? മാധവേട്ട, ഇതൊക്കെ ആ. ദേ, ചന്ദ്രുവിന് മറ്റൊരു സമ്മാനം. ഉം, ഓ, എന്റെ മാധവേട്ടൻ വാങ്ങി തരുന്നത് എന്തും ചന്ദ്രികയുടെ ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളല്ലേ? ഉം. ഒരാഗ്രഹം കൂടി ഉണ്ട് ഈ ചന്ദ്രികയ്ക്ക്. എന്താ? ആ നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പിടിച്ചു തരണോ? ഈ മാധവൻ അതിനും തയ്യാറാ. ഈ മുല്ലപ്പൂ വന്ന് എന്റെ മുടി ചൂടി തരുമോ? ആഹാ, അത്രേ ഉള്ളോ? നിന്റെ തലമുടിയിൽ തിരികെ വെച്ചപ്പോ മുല്ലപ്പൂവിനൊരു വല്ലാത്ത മണം. ഈ മാധവന് ഒരിക്കലും മടുക്കാത്ത. മതി, അതിര് കടക്കുന്നു. പ്രായം മറക്കരുത്. ഓ, ഈ പട്ടുസാരിയും മുല്ലപ്പൂവും ചൂടിയ എന്റെ ചന്ദ്രുവിനെ മതി വരുവോളം നോക്കിയിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മാധവേട്ട, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹാരിതയുള്ളവ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ കഴിയുന്നവയല്ല, ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയണം. മാധവേട്ടൻ എന്റെ അല്ലേ? നിന്റെ മാത്രം. അത് മതി, അത് മാത്രം കേട്ടാ മതി എനിക്ക്. അല്ല, മാധവേട്ടൻ വിവാഹ വാർഷികത്തിന് എനിക്ക് സമ്മാനം തന്നു. ഞാൻ എന്റെ മാധവേട്ടന് എന്താ തരിക? മാധവേട്ടനായി ഒന്നും കരുതി വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ കടലാടൻ സ്നേഹമുണ്ടല്ലോ, അത് മതി എനിക്ക്. എന്റെ ഹൃദയത്തിന്റെ ഉടമയായ ചന്ദ്രുവിന്റെ മുഖത്തെ ഈ ചിരിയോളം തൂക്കം വരില്ല ഒരു സമ്മാനത്തിനും. ഞാൻ എന്റെ മാധവേട്ടന്റെ ഹൃദയമിടിപ്പൊന്ന് കേട്ടോട്ടെ. അതിനെന്താ? മാനത്തെ കൊട്ടാര